പുള്ളി ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെഡ്ഷീറ്റ് എടുത്ത് റൈറ്റ് ഹാൻഡ് ഷോൾഡറിലോട്ട് ഇട്ടതിന് ശേഷം ഈ കുട്ടിയുടെ ഷോർട്സിനകത്തൂടെ കൈ കയറ്റിട്ട് പ്രൈവറ്റ് പാർട്സിൽ, ബാക്കി എനിക്കത് പറയാൻ തോന്നുന്നില്ല, അത്രയും ക്രൂരമായിട്ടാണ് ആ കൊച്ചിന്റെ അടുത്ത് ചെയ്തത്. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്ന ട്രെയിനിൽ വെച്ച് ഒരു 6 വയസ്സുകാരിയോട് ഒരാള് അപമര്യാദയായി പെരുമാറിയ കാര്യമാണല്ലോ ഇപ്പൊ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. വീണ എന്ന് പറയുന്ന ഒരു യുവതിയുടെ ഒരു ഇടപെടൽ കൊണ്ടാണ് ആ കുഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് തന്നെ. പ്രതിയെ കൃത്യസമയത്ത് തന്നെ പിടിക്കാനും സാധിച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ഒരു ഹീറോ തന്നെയായിരുന്നു ഈ വീണ എന്ന് പറയുന്ന യുവതി. വിജയുടെ ആ ഒരു സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു ദിവസമായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. ആ ദിവസം തന്നെയായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. അതുകൊണ്ട് ഇത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കേസായിരുന്നു. ആ വിജയുടെ കാര്യത്തിൽ ആ ഒരു ഇതില് എല്ലാവരും അതില് തിരക്കിലായിരുന്നു. അപ്പോ നമുക്ക് എന്തായാലും വിഷയത്തിലേക്ക് വരാം. നമ്മുടെ തിരുനെൽവേലിയിലേക്ക് പോകുന്ന ഒരു ട്രെയിനിൽ വെച്ചായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. അപ്പൊ എന്തോ ഒരു ആവശ്യത്തിന് തിരുനെൽവേലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ട്രെയിൻ കയറിയതായിരുന്നു വീണയും അമ്മയും. കയറിയതാണെങ്കിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ. അങ്ങനെ ഈ വീണയും അമ്മയും കൂടി സീറ്റ് ഉണ്ടോ എന്ന് നോക്കി നടക്കുന്നതിനിടയ്ക്ക് സീറ്റ് ഒഴിവുള്ള ഒരു കമ്പാർട്ട്മെന്റ് കണ്ടു. ആ കമ്പാർട്ട്മെന്റിൽ 3 പുരുഷന്മാരും 2 സ്ത്രീകളും ഉണ്ടായിരുന്നു. ഈ 2 സ്ത്രീകളുടെ ഇടയിലാണ് പ്രതി എന്ന് പറയപ്പെടുന്ന ഈ ഒരു വ്യക്തി ഇരുന്നത്. ഇത് കണ്ട വീണ എന്ത് പറഞ്ഞു, ഇയാളോട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് മാറിയിരിക്കാമോ എന്ന് ചോദിച്ചു. അതാകുമ്പോൾ 3 പെണ്ണുങ്ങൾക്ക് ഒരുമിച്ചിരിക്കാമല്ലോ. അതുകൊണ്ടാണ് വീണ അങ്ങനെ പറഞ്ഞത്. അപ്പൊ അയാൾ അത് കേട്ടില്ല. വേണമെങ്കിൽ എവിടെയെങ്കിലും പോയി ഇരിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്ങാനും വന്നിരിക്കുന്നുള്ള ആറ്റിറ്റ്യൂഡിലായിരുന്നു അയാൾ ഉണ്ടായിരുന്നത്. ഇതറിയാലോ, ജനറൽ കമ്പാർട്ട്മെന്റ് ആണ്, അവിടെ ആരെയും ചോദ്യം ചെയ്യാനൊന്നും പറ്റത്തില്ല. കെട്ടിയോടത്ത് ഇരുന്ന് പോകാം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വീണ ഒന്നും പറയാതെ അയാളുടെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഒഴിഞ്ഞ സീറ്റിൽ മാറിയിരുന്നു. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സമയം രാത്രിയാണ്. എല്ലാവരും ട്രെയിനിൽ ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു സമയമാണല്ലോ അത്. അങ്ങനെയാണ് ആ വീണയുടെ ഓപ്പോസിറ്റ് ഇരുന്ന ആ ഒരു വ്യക്തിക്ക് കാമം ഉണർന്നത്. ഇയാൾ എന്ത് ചെയ്തു, ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വീണയെ ഒന്ന് ട്യൂൺ ചെയ്യാൻ ഇയാൾ നോക്കി. എന്തായാലും അതിനെക്കുറിച്ച് വീണ തന്നെ പറയുന്നുണ്ട്, ഒന്ന് നമുക്ക് കേട്ടു നോക്കാം. ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ ചെറുതായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആ ട്രെയിനിലുണ്ടായിരുന്ന മിക്ക ആൾക്കാരും നല്ല ഉറക്കമായിരുന്നു. ഒരു 1:15 ആയപ്പോഴത്തേക്കിന് ഈ പുള്ളി എന്റെ കാലിൽ ടച്ച് ചെയ്തപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ ഉണർന്നിട്ട് ഞാൻ ഈ പുള്ളിയെ നോക്കിയപ്പോൾ പുള്ളി മൈൻഡ് ചെയ്യാതെ അവിടെ ഇരിക്കുമായിരുന്നു. വീണ്ടും ഞാൻ വെച്ചാൽ അറിയാതെ തട്ടിയതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഉറങ്ങിയപ്പം പുള്ളി ഇത് തന്നെ വീണ്ടും ആവർത്തിച്ചു. അപ്പൊ കാലിൽ തട്ടി. അപ്പൊ ഞാൻ എന്തോന്ന് വീണ്ടും ചോദിച്ചു പുള്ളിയെടുത്ത്. അപ്പൊ ഒന്നുമില്ല. സംഭവം നൈസായിട്ട് ആശാൻ ട്യൂൺ ചെയ്യാൻ നോക്കിയതാണ്. ഇത് ചില ഞരമ്പ് രോഗികളുടെ സ്ഥിരം ഏർപ്പാടാണ്. ഈ ഇങ്ങനെയുള്ളവര് ഈ പെണ്ണുങ്ങളുടെ ശരീരത്തിലേക്ക് തട്ടിയിട്ട് ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പുറത്തുള്ള ആള് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ പോസിറ്റീവ് സൈഡാണ്. അഥവാ പിന്നെ ഒന്ന് പ്രതികരിച്ചു പോയി കഴിഞ്ഞാൽ അറിയാതെ തട്ടിയതാണെന്നൊക്കെ പറഞ്ഞു വിടും. ഇതിവന്മാരുടെ സ്ഥിരം ഏർപ്പാടാണ്. ഇപ്പൊ ചിലവർ വിചാരിക്കും നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാവുന്ന, ഇതൊക്കെ ഇൻസ്റ്റന്റ്ലി നമ്മൾ കുറെ കാണുന്ന കാര്യങ്ങളാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാം. അങ്ങനെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി എന്ത് ചെയ്തു, 3 തവണ വീണയെ ട്യൂൺ ചെയ്യാൻ നോക്കി. പക്ഷെ നടന്നില്ല. എങ്ങനെയൊക്കെ തട്ടിയിട്ടും മുട്ടിയിട്ടും വീണ സഹകരിക്കുന്നില്ല. വീണക്കാണെങ്കിൽ ഇയാളുടെ ട്യൂണിങ് കാരണം പിന്നെ ഉറക്കവും നഷ്ടമായി. എങ്ങനെ മര്യാദക്ക് ഉറങ്ങാൻ പറ്റും, അബ്ജാതി ട്യൂണിങ് അല്ലേ. അങ്ങനെ വീണ ഉറക്കം മതിയാക്കിയിട്ട് ഫോണിൽ ന്യൂസ് ചാനലൊക്കെ കണ്ടോണ്ടിരുന്നു. അയാൾക്കാണെങ്കിൽ മുട്ടി നിൽക്കുമായിരുന്നു. ഇയാൾക്ക് മനസ്സിലായി ട്യൂണിങ് പരിപാടി ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇയാൾ ചെയ്ത പരിപാടി എന്താണെന്ന് അറിയാം. അത് വീണ തന്നെ പറയും, നമുക്ക് കേട്ടോക്കാം. പെട്ടെന്ന് തന്നെ ബാക്കിലോട്ട് പുള്ളി പോയിട്ട് തറയിൽ കിടന്ന ഒരു കുട്ടീനെ എടുത്തോണ്ട് വന്നു. കുട്ടി ബെഡ്ഷീറ്റോട് പൊതച്ച് ഇട്ടേക്കുമായിരുന്നു അവരുടെ പേരൻസ്. ആ കുട്ടീനെ അവിടെ നിന്ന് എടുത്തോണ്ട് വന്നിട്ട് മടിയിലിരുത്തി. അപ്പൊ ഞാൻ വിചാരിച്ചത് പുള്ളിയുടെ കുട്ടിയായിരിക്കും. കാരണം ഒരു അച്ഛൻ മകളെ കെയർ ചെയ്യുന്ന പോലെയാണ് ആദ്യം എടുത്തോണ്ട് വന്ന് കുട്ടിയെ പൊതപ്പിക്കുന്നു, ഭയങ്കരമായിട്ട് കെയർ ചെയ്തിരുത്തുന്നു. പക്ഷെ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡിൽ എനിക്ക് മനസ്സിലായത് കുറച്ച് റോങ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇയാളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ അടുത്തിരുന്നത് ഒരു തമിഴൻ ചേട്ടനായിരുന്നു. ചേട്ടനോട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഇത് പുള്ളിയുടെ കുട്ടിയാണോ, അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, അല്ലല്ലോ ഇതിപ്പോ പുറകിൽ നിന്ന് എടുത്തോണ്ട് വന്നതല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, റിലേറ്റീവ് ആണോ, അറിയാമോ എന്ന് പറഞ്ഞു. അല്ല, പുള്ളി കൊല്ലത്തുനിന്നാ കയറിയത്, ഇവരതിനു മുന്നേ ഇതിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇതും പറഞ്ഞ ആ തമിഴ് ചേട്ടൻ അങ്ങ് കിടന്നുറങ്ങി. ചോദിക്കുന്നതിനൊക്കെ മറുപടി പറഞ്ഞിട്ട് അങ്ങ് കയറി കിടന്നുറങ്ങി. ഒരാളുടെ കയ്യിൽ മറ്റൊരാളുടെ കുഞ്ഞിനെ കാണുമ്പോൾ നമ്മൾ ആരാണെങ്കിലും ആദ്യം ചെയ്യേണ്ടത് പ്രതികരിക്കുക, ചോദ്യം ചെയ്യുക എന്നതാണ്. ആ ബേസിക് മര്യാദ പോലും ആ തമിഴ് ചേട്ടൻ ഇല്ലാതെ പോയല്ലോ. ആശാൻ അങ്ങോട്ട് പൂരെ ഉറക്കമായിരുന്നു. എന്താ പറയാ, സംഭവം ഇയാളുടെ കുഞ്ഞല്ലെന്ന് മനസ്സിലാക്കിയ വീണ എന്ത് ചെയ്തു, അയാളെ നല്ലോണം നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് അയാൾ പതിയെ മറ്റേ പരിപാടിയിലേക്ക് ഏർപ്പെടാൻ തുടങ്ങി. അതിനെക്കുറിച്ച് വീണ പറയുന്നൊന്ന് കേൾക്കാം. ഞാനിത് വീഡിയോ എടുക്കുമായിരുന്നു. കാരണം പുള്ളിയെ ഞാൻ നോക്കുന്നത് പുള്ളി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിന് പുള്ളി കുഞ്ഞിനെ തലോടുന്നു, ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു. അപ്പൊ ആര് കണ്ടാലും ഒരു അച്ഛൻ മകളെ സ്നേഹിക്കുന്ന പോലെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഞാൻ നോക്കുന്നു പുള്ളിക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി ഞാൻ ഫോണിൽ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കുട്ടീനെ ഈ ബെഡ്ഷീറ്റ് തന്നെ എടുത്ത് പൊതച്ചിട്ട്, പുള്ളി അപ്പൊ വിൻഡോ സൈഡിലായിരുന്നു ഇരുന്നത്, പൊതച്ചിട്ട്
ഈ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് റൈറ്റ് സൈഡിൽ അയാളുടെ ഷോൾഡറിലേക്ക് ആ ബെഡ്ഷീറ്റ് മറച്ചു. കുട്ടി പുതപ്പിനടിയിലായിരുന്നു. എന്നിട്ട് ഈ പുള്ളി ഈ കൈ കൊണ്ടുവന്ന് കുഞ്ഞിട്ടുന്നത് ഒരു ചെറിയ ഷോർട്സും ഒരു ടീഷർട്ടും ആയിരുന്നു ഇട്ടിരുന്നത്. ഒരു പൊടി കുഞ്ഞാണ്, അതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു 5 വയസ്സ് പറയില്ല, അത്രയും തീരെ കുഞ്ഞാണ്, നല്ല ഉറക്കമായിരുന്നത്. പക്ഷെ ഈ കുട്ടി ഇയാളുടെ മടിയിലിരുന്ന് 2-3 പ്രാവശ്യം തിരികെ മറിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഈ പുള്ളി ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെഡ്ഷീറ്റ് എടുത്ത് റൈറ്റ് ഷോൾഡറിലോട്ട് ഇട്ടതിന് ശേഷം ഈ കുട്ടിയുടെ ഷോർട്സിനകത്തൂടെ കൈ കയറ്റിട്ട് പ്രൈവറ്റ് പാർട്സിൽ, ബാക്കി എനിക്കത് പറയാൻ തോന്നുന്നില്ല, അത്രയും ക്രൂരമായിട്ടാണ് ആ കൊച്ചിന്റെ അടുത്ത്. എന്ത് പറയാനല്ലേ, പരമനാറി എന്ന് പറഞ്ഞ പരമനാറി കേട്ടിട്ട് തന്നെ നമുക്ക് ഇയാളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അല്ല, ഇങ്ങനെ എന്തൊരു മനുഷ്യനാണെന്ന് നോക്കി, ഇങ്ങനെ മനുഷ്യനെന്നൊക്കെ വിളിക്കാൻ പറ്റും? ഒരു ഗണത്തിലും പെടുത്താൻ പറ്റില്ല. എന്ത് തോന്നിയാസാണ് ഈ കാണിക്കുന്നതെന്ന് അറിയാം. ഇയാൾക്ക് കാമം മൂത്ത് പ്രാന്തായതാണെന്ന് തോന്നുന്നു. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ട്രെയിനിന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ ഒരു യുവതിയെ ട്യൂൺ ചെയ്യാൻ നോക്കുന്നു. ആ യുവതി അതിന് വഴങ്ങിയില്ല എന്ന് വിചാരിച്ച് തറയിൽ കിടന്ന ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ടെന്ന് അടുത്തിരുത്തി അങ്ങനെ ആ കുഞ്ഞിനെ പീഡിപ്പിക്കാൻ നോക്കുന്നു. ഇങ്ങനെയുണ്ടോ ഞരമ്പ് രോഗികളെ? എന്ത് പറയാനാണല്ലോ, സ്വന്തം ചെറുമൂളുടെ പ്രായം പോലും ഇല്ലാത്ത കൊച്ച്. ഞരമ്പ് രോഗികളുടെ ഏതോ ഒരു തരം മൂത്ത ഇനം തന്നെയാണിത്. വീണ പറയുന്ന ബാക്കി കൂടെ കേൾക്കാം. തന്നെ കണ്ടപ്പോഴത്തേക്കിന് ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റു, വീഡിയോ ഓഫ് ചെയ്തിട്ട് ചാടി എണീറ്റിട്ട് ഞാൻ ചോദിച്ചു, ഇത് തന്റെ കുട്ടിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു അല്ല. ഞാൻ പറഞ്ഞു താൻ അവരുടെ റിലേറ്റീവ് ആണോ? അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആര് എന്ന് ചോദിച്ചിട്ട് ഞാൻ ബാക്കിൽ വന്നിട്ട് അപ്പോഴത്തേക്കും എന്റെ ബഹളം കേട്ടിട്ട് എല്ലാവരും ഉണർന്നു, അതിനകത്തുണ്ടായിരുന്ന എല്ലാവരും ഉണർന്നിട്ട് എന്താന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ബാക്കിൽ വന്നിട്ട് കുട്ടിയുടെ അമ്മ എടുത്ത് ചോദിച്ചു, ഇത് ഇയാൾ നിങ്ങളുടെ ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു അല്ല, ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളുടെ അടുത്ത് കിടന്ന ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾ അറിഞ്ഞില്ല, ഒരാൾ വന്ന് എടുത്തുകൊണ്ട് പോയാൽ അത് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് ഞാൻ അവരെടുത്തും പറഞ്ഞു. അപ്പം പുള്ളി എന്റെ അടുത്ത് ചോദിച്ചു ഞാൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത് ചോദിച്ചു. ഞാൻ ചോദിച്ചു താൻ എന്താ ചെയ്തെന്ന് എനിക്ക് അറിയില്ലെന്ന് ചോദിച്ചു. ഞാൻ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ ഫുള്ള് പ്രൂഫ് ഉണ്ട്, ഞാൻ വീഡിയോ എടുത്തിട്ടാണ് തന്നോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. അതെന്തായാലും വളരെ നല്ല കാര്യമാണ് വീണ അവിടെ ചെയ്തു. ഇല്ലായിരുന്നെങ്കിൽ വീണ ഒരുപക്ഷെ ഒറ്റപ്പെട്ടു പോയേനെ. അല്ല, പൊതുവെ അങ്ങനെയാണല്ലോ സംഭവിക്കാറ്. ഈ കേസിൽ പിന്നെ ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ റെയറാണ്. അയാളുടെ കൂടെ ഇരിക്കുന്നത് വേറൊരാളുടെ കുഞ്ഞാണല്ലോ. ആ കുഞ്ഞിന്റെ യഥാർത്ഥ ആള് അപ്പുറത്ത് തന്നെ കിടന്നുറങ്ങുന്നുമുണ്ട്. അഥവാ ഇപ്പൊ പ്രൂഫ് ശേഖരിച്ചില്ലെങ്കിലും ഇത് കണ്ട് തന്നെ ആൾക്കാർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും വീണയുടെ ഭാഗത്തെ നിൽക്കത്തുള്ളൂ. എന്തായാലും വീണ ഇവിടെ വളരെ നല്ല കാര്യം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഈ ചില ഇൻഫ്ലുവൻസർമാരൊക്കെ ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ചില ആൾക്കാരുണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിവൊക്കെ അവിടെ വെച്ച് ശേഖരിക്കും, എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഇതുമായിട്ട് പ്രതികരിച്ച് മുൻപോട്ട് വരും, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഫേസ്ബുക്കിലിടും, അല്ലെങ്കിൽ അവിടെ അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ്. പക്ഷെ ഇത് ലൈവായിട്ട് പ്രതികരിച്ചത് വളരെ നല്ലതാണ്, വളരെ നല്ല കാര്യം, അപ്രിഷ്യേറ്റ് ചെയ്തു. കൃത്യമായ പ്രൂഫുകൾ ശേഖരിച്ച ശേഷം അപ്പൊ തന്നെ പ്രതികരിച്ചത് വളരെ നന്നായി. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് പ്രതിയെ പിടിക്കാനും പറ്റി. വീണ ആണെങ്കിൽ ഒരു ഹീറോയിനായിട്ട് മാറുകയും ചെയ്തു. വളരെ മാതൃകാപരമായിട്ടുള്ള സമീപനം തന്നെയാണ്. എന്റെ അടുത്ത് പറഞ്ഞു എന്ത് വീഡിയോ എന്തോ കാണിക്കുന്നത്. അപ്പൊ എന്റെ അടുത്ത് പുള്ളി ഷൗട്ട് ചെയ്തു. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു താൻ ഇതല്ലേ കാണിച്ചെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ മുഖത്ത് നോക്കി ഒറ്റ അടി കൊടുത്തു. അടി കൊടുത്തിട്ട് വെച്ച് ഇത് മേലെ ഇമ്മാതിരിയുള്ള പരിപാടി ഒരാളുടെ അടുത്തും കാണിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ബാക്കിൽ നിന്നൊക്കെ ചേട്ടന്മാർ വന്നിട്ട് ചോദിച്ചു എന്താ ഭയങ്കര പ്രശ്നം എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടൻ ഇങ്ങനെയാണ് ആ ഉറങ്ങിക്കിടന്ന പൊടി കുഞ്ഞിനെ എടുത്തോണ്ട് വന്നിട്ട് മടിയിലെടുത്തിട്ട് ഇയാൾ അതിര് വേലത്തരമാണ് കാണിച്ചതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പിന്നെ ആൾക്കാരെല്ലാം കൂടെ പ്രതികരിച്ചു, പോലീസിനെ വിളിച്ചു. ഞാൻ തന്നെയാണ് എന്റെ ഫോണിൽ നിന്ന് തന്നെയാണ് നമ്പർ എടുത്തിട്ട് പോലീസിനെ വിളിച്ച് ചേട്ടന്മാരായി കൊടുത്തു. പോലീസ് വന്നു, പ്രതിയെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പം എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ അയാൾക്ക് കിട്ടാവുന്ന മാക്സിമം ശിക്ഷ എന്താന്ന് വെച്ചാൽ കിട്ടണം. കാരണം നാളെ ഒരാൾക്ക് പോലും ഇങ്ങനെ. അതെ, അത് അത്രേ ഉള്ളൂ. ഇനി കുറച്ച് നാളത്തേക്ക് ഇയാൾ പുറലോകം പോലും കാണാൻ പാടില്ല. കാരണം അമ്മാതിരി തെമ്മാടിത്തരമാണ് ഇയാൾ കാണിച്ചത്. ഒരു പിഞ്ച് കുഞ്ഞിനോട് പോലും ഒരു ദയം കാണിക്കുന്നില്ലെന്ന് പറയുമ്പോൾ ഇയാളുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കി. ഇയാൾ മുമ്പ് ഇതിനേക്കാളും വലിയ പ്രവൃത്തികളൊക്കെ കാണിച്ചുകൊണ്ടായിരിക്കുമല്ലോ ഇത്ര ധൈര്യത്തിൽ അയാൾ അങ്ങനെ ഒന്ന് ചെയ്തത്. അതൊന്നും പക്ഷെ പിടിക്കപ്പെട്ടിട്ടുണ്ടാവത്തില്ല. അതുകൊണ്ടാണ് അത്രയും ധൈര്യം. ഇയാളെ ചോദ്യം ചെയ്താൽ നന്നായിട്ട് പിടിച്ച് 2 ഇടിയും കൊടുത്ത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ തത്ത പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഇയാൾ പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ പറയും. ഇതിപ്പോ വീണ കണ്ടതുകൊണ്ട് ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇല്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ കുഞ്ഞിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഇയാളുടെ പണികളൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും ആ കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി കിടത്തും. അത്രേ ഉള്ളൂ. ആരും ഒന്നും അറിയാനും പോകുന്നില്ല, ഇയാളെല്ലാ തെമ്മാടിത്തരം കാണിക്കുകയും ചെയ്യും. ഇതിപ്പോ വീണ കണ്ടുകൊണ്ട് മാത്രമാണ് ആ കുട്ടി രക്ഷപ്പെട്ടതും അയാളെ പിടിക്കാൻ പറ്റിയത്. ഇനി എന്തായാലും കുറച്ച് നാളത്തേക്ക് ഇയാൾ പുറലോകം കാണരുതെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇങ്ങനെയുള്ള ആളുകളൊന്നും നമ്മുടെ സമൂഹത്തിന് വേണ്ട. ഇതിപ്പോ ഇവിടെ വീണയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടല്ല വീണയ്ക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. മുമ്പൊരിക്കൽ ഇതുപോലെ വേറൊരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വേറൊരു അനുഭവവും വീണയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അത് എന്തായാലും വീണ തന്നെ പറയുന്നുണ്ടെന്ന് നോക്കാം. ഇതിപ്പം എന്റെ മുന്നിൽ വരുന്ന 2ാമത്തെ കേസാണ്. കാരണം ഒരിക്കൽ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ട് വന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒരു ട്രെയിനിൽ താഴെ ഇരിക്കായിരുന്നു. ഞാൻ ബർത്തിൽ കിടക്കുമായിരുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്ന് അത് ഹസ്ബൻഡും വൈഫും കൂടെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ആ പുള്ളി ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്ന് ആ ഒരു കുട്ടി ഒരു 10-18 വയസ്സ് വരുന്ന ഒരു കുട്ടിയാ. ആ കുട്ടിയുടെ ഫോട്ടോസും വീഡിയോസും എല്ലാം ഈ പുള്ളി എടുക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഇത് ചോദ്യം ചെയ്തു. അപ്പോഴത്തേക്കിന് പുള്ളി പേടിച്ചിട്ട് ഇത് ഫുള്ള് എല്ലാത്തിനും ഡിലീറ്റ് ചെയ്തു. എന്തുകൊണ്ട് കാണിക്കുന്നു പറഞ്ഞിട്ട് ഫോൺ എടുത്ത് എന്റെ മുന്നിലോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു എന്തുകൊണ്ട് ഇതിനകത്ത് എടുത്ത് കാണിക്കും, ഞാൻ എന്ത് ചെയ്തേന്നൊക്കെ ചോദിച്ചു. ഞാൻ ഫുള്ള് റിക്കവർ ചെയ്തിട്ട് പുള്ളി എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് താൻ ചെയ്തേന്ന് പറഞ്ഞു. അതും ഇതുപോലെ ഞാൻ ഇരിങ്ങാലക്കുട പോലീസിനെ വിളിച്ചിട്ട് ഇതുപോലെ അവിടുത്തെ സ്റ്റേഷനിൽ വെച്ചിട്ട് പുള്ളിയെ കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനെയുള്ള ഒരു അനുഭവം വരരുത്. അപ്പം ഇമാതിരിയുള്ള തെറ്റ് ചെയ്യുന്ന ആരായാലും അവർക്ക് മാക്സിമം ശിക്ഷ തന്നെ കിട്ടണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. പിന്നെ ഇന്ന് ഞാൻ പോയി പുനലൂര് പോയിട്ട് മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സപ്പോർട്ട് ഞാൻ പോലീസുകാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. സാധാരണ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ സ്ത്രീകളാരും പ്രതികരിക്കാത്തതാണ്. അതെ, എന്റെ അടുത്തിരുന്ന ചേട്ടൻ പോലും ആ ചേട്ടനോട് ഞാൻ പറയുന്നുണ്ട് അയാൾ റോങ് ആണ്, ആ കുട്ടിയുടെ അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര മോശമാണെന്ന് പറയുമ്പോൾ അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരു ടൈമാണ് അവർ ആണുങ്ങളാകുമ്പോൾ കുറച്ച് പ്രതികരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ ചേട്ടന്റെ അടുത്ത് അത് പറയുന്നത്. പക്ഷെ പുള്ളി അത് അനങ്ങാതെ കണ്ണടച്ചിട്ട് ഇങ്ങനെ തലയും കുലുക്കി അനങ്ങാതിരിക്കുന്നു. പക്ഷെ എനിക്കത് കണ്ടു നിൽക്കാൻ തോന്നിയില്ല. കാരണം ഒരു 5 വയസ്സുള്ള കുഞ്ഞ്, ഞാൻ ചിലപ്പോൾ അത് പ്രതികരിക്കാതെ ഇരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാതിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അയാൾ അടുത്ത സ്റ്റോപ്പിൽ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിട്ട് മാക്സിമം അതിനെ ഉപയോഗിച്ചിട്ട് അയാൾ കൊന്നു കളയത്തേ ഉള്ളായിരുന്നു. പിന്നെ നാളെ നമ്മൾ പശ്ചാത്തപിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു അനുശോചനം അറിയിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അപ്പം ഇനി ഇങ്ങനെ എനിക്ക് ആരുടെ അടുത്തായാലും പറയാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതികരിക്കുക, അറിയിക്കേണ്ടവരെ അറിയിക്കുക, ശിക്ഷ കൊടുക്കേണ്ടത് മാക്സിമം ശിക്ഷ അവർക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ ചിന്തിക്കുക നമ്മളുടെ കുഞ്ഞാണെന്ന് വിചാരിച്ചിട്ട് തന്നെ അതിൽ നമ്മൾ പ്രതികരിക്കുക. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അപ്പൊ എന്തായാലും ഇനിയെങ്കിലും എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് എനിക്ക് പറയാനുള്ള. ട്രെയിനിലോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ബസ്സിലോ എങ്ങനെയെങ്കിലും ഇങ്ങനെ ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇതുപോലുള്ള ഒരു കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോലീസിനെ വിളിക്കുക. ട്രെയിനിൽ തന്നെ അങ്ങനെ ഓരോ നമ്പറുകളൊക്കെ ഉണ്ടാവും, അതിൽ വിളിച്ച് പോലീസിനോട് കംപ്ലൈന്റ് ചെയ്യുക. അതാണ് ചെയ്യാനുള്ളത്, അല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ അതിന് പോലും പലരും മുതിരാറില്ല എന്നുള്ളതാണ് സത്യം. പൊതുവെ വന്ന് ആർക്കും അന്യന്റെ കാര്യത്തിലൊന്നും ഇടപെടാൻ സമയമില്ല, അത് തന്നെ വലിയ താല്പര്യവും ഇല്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, പേടിച്ചിട്ടാണ്. എങ്ങാനും താൻ ഒറ്റപ്പെട്ടാലോ എന്നുള്ള ഒരു പേടി. അതുകൊണ്ടാണ് ആരും തന്റെ ചുറ്റും എന്ത് കണ്ടാലും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരിക്കും. ദിവസം കഴിയും തോറും മനുഷ്യന്മാരുടെ പ്രതികരണ ശേഷി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. അവിടെയാണ് വീണ വ്യത്യസ്തയായിട്ട് മാറുന്നത്. വീണയുടെ സംസാരം കേട്ടാൽ മനസ്സിലാവും ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള ഓരോ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തേന്നു. ഇതുപോലെ വീണ തന്നെ പറഞ്ഞല്ലോ ഓരോ ഇൻസിഡന്റ് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം. എന്തായാലും ദൈവമായിട്ടാണ് വീണയെ അവിടെ എത്തിച്ചത്, ഉള്ളത് പറയാലോ. ചിലപ്പോൾ വീണ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ആ മാതാപിതാക്കൾക്ക് ആ കുഞ്ഞിനെ പോലും നഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ AC കമ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്യുക ട്രെയിനിൽ. എന്നിട്ട് കംഫർട്ടിനേക്കാളും കൂടുതൽ സേഫ്റ്റിയാണ് നോക്കേണ്ടത്. ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ സേഫ് ആയിട്ട് യാത്ര ചെയ്യുക എന്നുള്ളതാണല്ലോ. എല്ലാവർക്കും ഒന്നും AC കമ്പാർട്ട്മെന്റ് എടുക്കാനുള്ള സാമ്പത്തികമൊന്നും ഉണ്ടാവില്ല. പിന്നെന്ന് പറയുന്നത് തന്നെ എല്ലാ തോന്നിയാസങ്ങളും നടക്കുന്ന ഒരു സംഭവമാണ്. ഞരമ്പന്മാര് വിലസുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ ട്രെയിൻ എന്ന് പറയുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ സേഫ്റ്റി ഉറപ്പുവരുത്തിയിട്ടില്ല നഷ്ടപ്പെടാൻ പോകുന്നത് നമ്മുടെ മക്കളെ ആയിരിക്കും. പിന്നെ ആ മക്കൾ വളരുന്ന വല്ല ഭിക്ഷാടന മാഫിയയുടെ കയ്യിലൊക്കെ ആയിരിക്കും. എപ്പോഴും ഈ വീണയെ പോലുള്ള മാലാഖമാര് അവതരിച്ചോളണമെന്നില്ല. ഇതെന്തോ ഒരു ഭാഗ്യത്തിന് വന്ന ഒരു ഇതാണ്. എന്ത് പറയാൻ, എന്തൊരു ഭാഗ്യം, അല്ലാതെ എന്ത് പറയാൻ. ശരിക്കും വീണ ആ കറക്റ്റ് സമയത്ത് അവിടെ വന്ന് കയറിയതുകൊണ്ട് ആ കമ്പാർട്ട്മെന്റിൽ. വീണയ്ക്ക് പകരം വേറൊരാളാണെങ്കിൽ ചിലപ്പോൾ മിണ്ടാതിരുന്നേനെ. എന്തായാലും പ്രതിയെ പിടിച്ചതിന് ശേഷം പ്രതിയെ എല്ലാവരും വളഞ്ഞിട്ട് തല്ലുന്ന ഒരു ദൃശ്യമുണ്ട്, അതുകൊണ്ട് കാണാം നമുക്ക്. ആ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നമ്മൾ എന്തായാലും ഈ പറയുന്ന വീണ എടുത്ത വീഡിയോ ആണ്, അതും കൂടെ കാണാം. പോലീസിനെ പിടിച്ചു കൊടുക്കാൻ அடி வாங்கிட்டு உறங்குதான் கைய விரல முடிக்கணும். இந்த விரல இருக்கு அதை ஓடிக்க. அதான் அடுத்த நேரம் செய்ய மாட்டான். இல்ல பெண்கள் குழந்தைகள யார் വിരല പിടിച്ച് ഓടിക്കണേ. അപ്പൊ കണ്ടില്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവരും കുട്ടികളെ സൂക്ഷിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.